ഹലോ. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ. ജബ്ബാർ മൗലവി ഉണ്ടല്ലോ, മൂപ്പരെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. ജബ്ബാർ മൗലവിയോ? നിങ്ങളെ ജബ്ബാർ നമ്മളെ നിങ്ങൾ എന്നെ വിളിച്ചത് എന്തായിരുന്നു? എന്റെ പേര് ലിയാഖത്താണ്. എന്നെ അറിയാമോ? അത് മനസ്സിലായി, നിങ്ങൾ അറിയാം വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ എന്നെ വിളിച്ച കാര്യം പറയാം. അതായത് ഞാൻ ചോദിക്കുന്നത്, ഈ പ്രപഞ്ചം അങ്ങനെ വെറുതെ ഉണ്ടാവുന്ന നിങ്ങളാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അല്ലേ? അതെ. ഓക്കെ. നമ്മൾ പ്രപഞ്ചത്തെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ചാണ്? ഇസ്ലാമിനെ കുറിച്ച് വേണ്ട. ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാ, ചടച്ചുപോയി. അത് ശരി. പ്രപഞ്ചം എങ്ങനെയാന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവില്ലാത്ത ഒരു കാര്യമാണ്. ഇതിന്റെ പിന്നിലുള്ള മനസ്സിലായോ? നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അറിയായിരുന്നു. ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരെ പ്രവർത്തിക്കും വെറുതെ? അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് ഒരു വിവരം ഉണ്ടാവില്ലല്ലേ? ക്ലിയർ. നിങ്ങള് ഭയങ്കര നോയ്സുള്ള സ്ഥലത്താണോ? അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ പിന്നെ എന്താ കുറെ വിളിച്ചപ്പോ നിങ്ങൾ എടുത്തില്ലായിരുന്നു. അപ്പൊ ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിലുള്ളതുകൊണ്ട് നിങ്ങളെ വിളിച്ചപ്പോ പെട്ടെന്ന് എടുത്തതാണ്. ആയിക്കോട്ടെ. എന്തെങ്കിലും ചോദിച്ചാ ഇതിന്റെ പുറകില് അതന്നെ, ഈ പ്രപഞ്ചത്തിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഞങ്ങളുടെ പ്രപഞ്ചം ഉണ്ടാവുമോ എന്നാണ് എന്റെ ചോദ്യം. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താ? എന്റെ ഒരു കാഴ്ചപ്പാടില് എന്താ പറയാ, എന്റെ അറിവിൽ എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു വിവരമില്ല എനിക്ക്. അതെ. അതന്നെയാണ് മനുഷ്യന്റെ പൊതുവിലുള്ള ധാരണ. അതായത് പൂർണ്ണമായിട്ടുള്ള അറിവ്. അതായത് ആദ്യം ഈ പ്രപഞ്ചം എന്താന്ന് അറിയണ്ടേ? അതെ. അപ്പൊ അത് നിങ്ങൾക്ക് അറിയോ? ഞാൻ പ്രപഞ്ചത്തെ കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം എന്താണ്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയാ, ഒരു പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും യൂണിവേഴ്സ്. എന്താണ് ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ പെട്ടതന്നെ അല്ല. അത് ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളെ അറിവില്, നിങ്ങൾ പഠിച്ചതില്? ഞാൻ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് സംസാരിക്കാലോ. ഓക്കെ. മുസ്ലിം മതത്തിൽ ഞാൻ 7 ആകാശം, 1 മുതൽ 7 ആകാശം വരെ പഠിച്ചിട്ടുള്ളത്. ആയിക്കോട്ടെ. ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ ചോദിക്കുന്നത്. യൂണിവേഴ്സ് അല്ല. ആകാശം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ആണോ? എനിക്കെല്ലാം അറിവില്ല. അല്ല, ഇസ്ലാമികമായിട്ട് ആകാശം എന്ന് പറയുമ്പം എന്താ പറയാ, ഒരു മേലാപ്പ് പോലെ നമ്മൾ ഈ മുകളിൽ കാണുന്നതല്ലേ? അള്ളാഹു ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കൂന്ന് പറയുന്ന ആ ഒരു സൂര്യൻ ചന്ദ്രനൊന്നല്ല. അതൊക്കെ അതിന്റെ താഴെ ആകാശത്തിന് താഴെയാണ്. 1-ാം ആകാശത്തിന് താഴെ നിൽക്കുന്ന ഒരു സംഭവമായിട്ടല്ലേ സൂര്യൻ? ഇതൊരു മേലാപ്പ്, ഒരു കൊട ഇങ്ങനെ കമത്തി വെച്ച പോലത്തെ ഒരു സംഭവം അല്ലേ? അങ്ങനെ സാധനം ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല എന്റെ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള പഠനത്തില്. ഇനി പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് പോട്ടെ, ആകാശം പോട്ടെ. നിങ്ങൾ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുവിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? എന്താണ് പ്രപഞ്ചം എന്നാണ്? അപ്പൊ ആകാശം, നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ കാര്യം പറയുമ്പോ ആകാശം എന്ന് പറയുമ്പോ അതിനകത്ത് ഒരു കല്ലുകടിയാണ്. കാരണം അങ്ങനെ ഒരു സാധനം, നമ്മള് ഇല്ലാത്തൊരു സാധനം വെറുതെ അതിന്റെ അടിയിൽ വെക്കണ്ടല്ലോ. ഭൂമി, ചന്ദ്രൻ, നക്ഷത്രം, ഗ്രഹങ്ങൾ, ഇതൊക്കെ പറയാം നമുക്ക്. അതിന്റെ ഇടയിൽ ആകാശം ഫിറ്റ് ആവില്ല. ഞാൻ എന്താ പറയാ, ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ മറ്റേ മൂപ്പര്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂപ്പര്, അതൊക്കെ പോട്ടെ, ജബ്ബാർ മാഷൊക്കെ പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ രണ്ടാളും അറിയാൻ ആഗ്രഹിക്കുന്ന 2 ആൾക്കാരെന്നുള്ള രീതിയിൽ സംസാരിക്കാം നമുക്ക്. അപ്പോ പ്രപഞ്ചം എന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ പറയുമ്പോ നിങ്ങളുടെ മനസ്സിലൊരു ചിത്രം വരുന്നില്ല, ഒരു പിക്ചർ? അതെ, വരുന്നുണ്ട്. അത്രല്ലേ നമുക്ക് പ്രപഞ്ചത്തിനെ കുറിച്ച് അറിയുള്ളൂ. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഈ പിക്ചർ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ, നമ്മുടെ മുന്നിലുള്ള പ്രപഞ്ചം എന്ന് പറഞ്ഞാല് ആകാശം ഒരു മേലാപ്പാണെന്ന് തെറ്റിദ്ധരിക്കുകയും അതിന്റെ താഴെ സൂര്യനും ചന്ദ്രനും, പിന്നെ നമ്മൾ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളും, പിന്നെ ഭൂമി, മല, കുന്ന്, ചെരുവ്, ഇത്രയല്ലേ ഉള്ളൂ. പുഴ, കടല്, ഇതല്ലേ നമ്മുടെ പ്രപഞ്ച വീക്ഷണം എന്ന് പറഞ്ഞാലേ. അത്രയല്ലല്ലോ ഇപ്പൊ നമുക്ക് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ. അങ്ങനെയല്ലല്ലോ നിങ്ങൾ മനസ്സിലാക്കുന്നത്. സൗരയൂഥം, കുറെ ഗാലക്സികള്, കുറെ ഗ്രഹങ്ങള്, അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടല്ലോ. അല്ല, അങ്ങനെയല്ലേ നിങ്ങളെ പ്രപഞ്ചം, ഞാൻ മനസ്സിലാക്കുന്ന പ്രപഞ്ചം, നിങ്ങൾ മനസ്സിലാക്കുന്ന പ്രപഞ്ചം ഒന്നാണെന്ന് അറിയണം. ആ അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടാം? അത് നമ്മൾ എന്താ പറയാ, സ്കൂളിൽ പഠിക്കുമ്പോ എന്താ പറയാ, ഇതിനെ കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്കൂളിൽ മാഷ്മാര് അങ്ങനെ വെറുതെ എഴുതി വെക്കൂലല്ലോ. ഇപ്പൊ പുസ്തകം, അവർക്കൊരു അറിവ് കിട്ടുന്ന ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ. ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ച സോഴ്സിന്റെ നമ്മൾ അല്ലേ, ആ സോഴ്സിനെ, അല്ലെങ്കിൽ അതിനെയാണ് പ്രപഞ്ച ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ കണ്ടെത്തിയ പ്രപഞ്ചമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് പൂർണ്ണമായി കണ്ടെത്തിയെന്നോ, അല്ലെ ആ കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ എന്ന് ആ കണ്ടെത്തിയ ശാസ്ത്രലോകം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ.
ഓ ഇല്ല. അപ്പൊ നമ്മളൊരു സാധനം ആദ്യം എന്താന്ന് മനസ്സിലായാലല്ലേ അത് എങ്ങനെ അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല എന്നൊക്കെ അറിയുള്ളൂ. ആ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ആ പഠനം ഉണ്ടല്ലോ, നമ്മളിപ്പോ ഇങ്ങനെ കാണുന്ന ചിത്രം, നമ്മളെ മനസ്സിൽ വരുന്ന ചില വിഷ്വൽസ്, ആ വിഷ്വൽസ് തന്നെ ഒറിജിനൽ അല്ല കേട്ടോ, അത് ഗ്രാഫിക്സ് ആണ്. ഞാനിപ്പോ സാറിനോട് കേൾക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ ഒരു യുക്തിപരമായിട്ട് സാറിന്റെ ഒരു ഇതില് സാറിന്റെ, അതായത് സാറിന്റെ എന്താ പറയാ കാഴ്ചപ്പാടില് ആര് കണ്ടുപിടിച്ചിട്ടില്ല പറഞ്ഞത് ഉണ്ടായതാണ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുന്നത് പ്രപഞ്ചത്തിന് പിന്നിലൊരു ശക്തി ഉണ്ടോ ഇല്ലേ അതിനെ കുറിച്ചല്ല. ഇപ്പൊ ഞാനും നിങ്ങളും പ്രപഞ്ചത്തിനെ കുറിച്ച് അന്വേഷണം നടത്തുന്ന രണ്ട് വ്യക്തികൾ എന്ന രീതിയിൽ നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു വിഷയത്തിന്റെ പിന്നിൽ ഒരു സാധനം ഉണ്ടോ ഇല്ലേ, അതിന്റെ പിന്നിലെ കാരണം അറിയണമെങ്കിൽ ആദ്യം ഈ സംഭവം എന്താ നമുക്ക് അറിയണ്ടേ. അപ്പൊ അത് തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ പ്രപഞ്ചം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ പിന്നിലുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞ സംഭവം, അതിനെ കുറിച്ച് നിങ്ങൾക്കുള്ള അറിവും എനിക്കുള്ള അറിവും ഒരേ സോഴ്സ് എന്നുള്ളതാണ് അല്ലേ? അല്ലേ? ശാസ്ത്രീയമായിട്ടുള്ള കണ്ടെത്തലുകള്, പരീക്ഷണങ്ങള്, നിരീക്ഷണങ്ങള്, അതിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന സങ്കല്പങ്ങള്, സിദ്ധാന്തങ്ങള്, അല്ലേ? അതാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അപ്പൊ നിങ്ങൾക്കും എനിക്കും ഇതിന്റെ പിന്നിലുള്ള രഹസ്യത്തെ കുറിച്ച് ശാസ്ത്രീയമായ അറിവ് ഒന്നായിരിക്കും. പിന്നെ ഈ ശാസ്ത്രീയമായ അറിവിനെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാത്ത ആളുകളുണ്ട്. അതായത് എല്ലാ കാര്യത്തിനെ കുറിച്ച് ഉത്തരം വേണം, അല്ലെങ്കിൽ ഉത്തരം ഞങ്ങളടുത്തുണ്ട് എന്ന് വാശി പിടിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവര് ഇതിനെ കുറിച്ച് പല കഥകളും പറഞ്ഞിട്ടുണ്ട്. പരശുരാമൻ മഴ എറിഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്ന് വരെ കഥയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനത്തെ കഥകൾ എമ്പാടും ഉണ്ട്. ഇപ്പോ ഒരു സൃഷ്ടാവ് എന്ന് പറയുന്ന എക്സ് ഓർ വൈ, ഒരു ദൈവം കുൻ എന്ന് പറഞ്ഞു, അതായത് ഉണ്ടാവൂ എന്ന് പറഞ്ഞപ്പോ ഉണ്ടായതാണ് ഇതൊക്കെ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് ഈ പ്രപഞ്ചവും ഈ പറയപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് രണ്ടല്ല, അത് ഒന്ന് തന്നെയാണ്. ഈ പ്രപഞ്ചം തന്നെയാണ്, ഈ യൂണിവേഴ്സ് തന്നെയാണ് എന്ത് ദൈവം. ഞാനങ്ങനെ മനസ്സിലാക്കിയത് കേട്ടോ. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ പ്രപഞ്ചമാണ് ദൈവം എന്നുള്ളത്, അതാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത്. ഞാനിപ്പോ എന്താ പറയാ, ഞാനിപ്പോ പുറത്തൊക്കെ ഇറങ്ങുമ്പോണ്ടല്ലേ, നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോ എന്തൊരു കാര്യം ചെയ്യുമ്പോ ഞാനിങ്ങനെ പ്രപഞ്ചത്തോട് പറഞ്ഞിട്ടാ ഇറങ്ങാറ്. അതായത് പ്രപഞ്ചം കോൺഷ്യസ് ആയിട്ട് ഇടപെടുന്ന ഒരു സംഭവമായിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതെ. പ്രപഞ്ചം നടത്തുന്നത് നമ്മൾ മനസ്സിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രപഞ്ചം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ ഒരു പവർ ബാങ്ക് ഇപ്പൊ സംഭവിച്ചത് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, ഒരു 10 ഒരു അരമണിക്കൂർ മുമ്പ്. അതായത് അല്ലല്ല അങ്ങനെയല്ല. പവർ ഞാൻ യൂണിവേഴ്സിനെ കുറിച്ചിട്ട് എന്താ പറയാ പഠിക്കാൻ വേണ്ടിട്ട് അതിന്റെ മാത്രമാണ് എന്റെ തലയിൽ ചിന്ത. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് പവർ ബാങ്ക് റെയിൽവേ സ്റ്റേഷന്റെ ട്രെയിനിൽ നഷ്ടപ്പെട്ടു. ഞാൻ ഉറങ്ങിപ്പോയി, ഒരാൾ ചാർജ് അടിച്ചു മാറ്റി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് പ്രപഞ്ചത്തോട് പറഞ്ഞു, എനിക്കൊരു പവർ ബാങ്ക് കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു പവർ ബാങ്ക്, അതായത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഫസ്റ്റ് ക്വാളിറ്റിയുള്ള പവർ ബാങ്ക് കിട്ടണം. പൈസ കൊണ്ട് കയ്യില്, പക്ഷെ നല്ല എന്താ പറയാ, എന്റെ കയ്യിൽ ഒറിജിനലാണ് ഉണ്ടായിരുന്നത്, റെഡ്മിയുടെ. അപ്പൊ എനിക്ക് ഒറിജിനൽ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രപഞ്ചത്തോട്. ഓക്കെ. അപ്പോ എന്താ പറയാ, ഞാൻ ഈ പേരൊന്നും വായിച്ചില്ല കേട്ടോ, കമ്പനി ഞാനൊന്നും വായിച്ചിട്ടില്ല, സത്യം പറയാലോ, വായിച്ചില്ല. എന്താ പറയാ, ഞാൻ പിന്നെ പവർ ബാങ്ക്, പിന്നെ ഒരു പവർ ബാങ്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെ നിന്നാ സംഭവം, ഇത് പിന്നെ ചെന്നൈന്നാട്ടോ. കടയിൽ പോയപ്പോ കിട്ടിയോ അതോ? കടയിലല്ല, ഫുട്പാത്ത് വഴിയോരത്ത്. അതിപ്പോ നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാതെ ഇറങ്ങിയാലും അവിടെ കിട്ടുമായിരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്രപഞ്ചത്തോട് എന്താ പറയാ പറഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ നിങ്ങളോട് പ്രപഞ്ചത്തിന് ഇറങ്ങിയാലും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു. അതേപോലെ നിങ്ങളെ കൂടെ യാത്ര ചെയ്തിരുന്ന ആളുകളിൽ പലരും പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കാതെ അവിടെ ഇറങ്ങി പവർ ബാങ്ക് വാങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടോ. ഞാൻ ഇതിന്റെ എന്താ പറയാ പവർ ബാങ്ക് എടുത്ത് പേര് സത്യം പറയാലോ, പേര് ഞാൻ വായിച്ചിട്ടില്ല, അപ്രസക്തമാണ്. പേര് വായിക്കാതെ തന്നെ എന്താ പറയാ പവർ ബാങ്ക് എടുത്തു. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോ അതിന്റെ മുകളിൽ ഇങ്ങനെ എഴുതി യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ പ്രപഞ്ചം. ഓ, അപ്പൊ പ്രപഞ്ചത്തിന്റെ പവർ ബാങ്ക് തന്നെ നിങ്ങൾക്ക് കിട്ടി, പ്രപഞ്ചം തന്നു. കിട്ടി. അതാണ് സത്യമായിട്ട് ദൈവത്താണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മള് യൂണിവേഴ്സ് എന്നുള്ള ബ്രാൻഡില് അരിയും
ബിരിയാണി കടയൊക്കെ തുടങ്ങിയാൽ നിങ്ങളെ പ്രശ്നത്തിന് ഏറെക്കുറെ ദൈവമില്ല, പരിഹാരം. പക്ഷെ ദൈവമില്ല അത് ഞാൻ വിശ്വസിച്ചു. അതായത് നിങ്ങളെ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ മനസ്സിലായി, ഞാൻ ഇസ്ലാം എന്താ പറയുക അത്രയ്ക്ക് ഞാൻ പ്രപഞ്ചമുണ്ട്. ദൈവമില്ലാന്ന് വിശ്വസിക്കണ പോലത്തെ പറയണ പോലത്തെ എളുപ്പമുള്ള കാര്യമില്ല പ്രപഞ്ചം ഇല്ല എന്നുള്ളത്. പ്രപഞ്ചം ഇവിടെ ഉണ്ടല്ലോ. പ്രപഞ്ചം കാരണമാണല്ലോ നമ്മൾക്ക് ഈ ലോകത്തൊക്കെ വന്നത്. പ്രപഞ്ചത്തിന്റെ അപ്പൊ നമ്മൾ അതിനോട് പറയുന്നതിന് ആ കാര്യം നേടുന്നതിന് എന്തെങ്കിലും ചോദിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ചോദിക്കുന്നത്? അങ്ങനെ ഒറ്റക്ക് നമ്മൾ റൂമിൽ ഇരുന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് കുറെ ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് അത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും. അതിപ്പോ വിശ്വാസം ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ കൊണ്ടുപോകും. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രപഞ്ചമേ എനിക്ക് രാവിലെ കടുങ്കാപ്പി വേണമേ എന്നിങ്ങനെ പറഞ്ഞ് ഇപ്പൊ ഉമ്മ എല്ലാ ദിവസവും കടുങ്കാപ്പി തരുമല്ലോ, അല്ലെ ഭാര്യ. അല്ല അപ്പൊ നമ്മള് ഈ ചില പ്രത്യേക യൂണിവേഴ്സൽ ബ്രാൻഡിന്റെ കടുങ്കാപ്പി വേണം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചൊക്കെ കിട്ടാൻ ഒരു വകുപ്പില്ല. കാരണം യൂണിവേഴ്സൽ ബ്രാൻഡിൽ പ്രാർത്ഥിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മുമ്പ് യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി പവർ ബാങ്കിനെ കുറിച്ച് ഇപ്പൊ ആലോചിക്കുകയും ഡിസൈൻ ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ലേബൽ ഒട്ടിക്കും വിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇയാൾ ഏതോ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഫുട്പാത്തിൽ വന്ന് വിരിച്ച് അവിടെ ഇരുന്നിട്ട് പിന്നെയും കുറെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതേ. അപ്പൊ നിങ്ങളെ പ്രാർത്ഥന ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല അറിയാം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിനോട് ഇങ്ങനെ എല്ലാത്തിനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലേ അത് ആൾക്കാർ അറിയാതെ നിങ്ങൾ ചെയ്തതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആളുകൾ അത് ശ്രദ്ധയിൽ പെട്ടാൽ ചിലപ്പോ നിങ്ങളെ ഒരു സൈക്കാട്രിസ്റ്റിനകത്ത് കൊണ്ടുപോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അതിപ്പോ ഈ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ആവാം, ചിലപ്പോ പ്രപഞ്ചത്തിന് പിന്നെ ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ പോലും ചിലപ്പോ നിങ്ങളെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എനിക്കൊരു സംശയം കൂടി കേട്ടോ. അതായത് സാറിപ്പോ പറയുന്നത് സാറിന് ഇപ്പൊ എന്തെങ്കിലും വിശ്വാസം ഉണ്ട്? അതായത് ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനമായോ? നമുക്ക് ഞാൻ അടുത്തേക്ക് പോവാം. അത് ക്ലിയർ അതായത് ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ സാറിന് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പ്രപഞ്ചത്തോട് ഞാൻ പ്രപഞ്ചത്തിന്റെ ഒരൊറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട്, അതായത് അതിനോടുള്ള വിശ്വാസം എന്താണ് ചോദിക്കുന്നത്? എന്താ പറയുക പ്രപഞ്ചം എന്നുള്ളത് ഇപ്പൊ പ്രപഞ്ചം കാരണമായിട്ടാണല്ലേ നമ്മൾ ഈ ലോകത്ത് വന്നതും പിന്നെ അല്ലെ ജീവജാലങ്ങളൊക്കെ എല്ലാം വന്നതും. അപ്പൊ നമുക്ക് നന്ദിയും അതിനോടുള്ള ബഹുമാനമായ റെസ്പെക്റ്റും കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ആരാധന ഉണ്ടോ അതോ റെസ്പെക്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോ ആരാധന എന്നുള്ളത് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആരാധന മീൻസ് ആരാധന അല്ല, എന്താ പറയാ നമ്മൾ ഒരു ഉദ്ദേശ കാര്യങ്ങളൊക്കെ മനസ്സിലറിഞ്ഞിട്ട് എനിക്ക് പ്രപഞ്ചത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുന്നു എന്നതിനുള്ള എന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമല്ലേ? മനസ്സിലായില്ല നിങ്ങൾക്ക്? പിന്നെ നിങ്ങൾ എന്നോട് ആരാധന ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് തന്നെ ഒരു ശരിയല്ലല്ലോ. ഈ പ്രപഞ്ചം എന്ന് നിങ്ങൾ പറയുമ്പോ ഞാനും കൂടിയും പ്രപഞ്ചത്തിന്റെ ഭാഗമല്ലേ? അല്ലേ? ഞാനും കൂടി ചേരുന്നല്ലേ പ്രപഞ്ചം. സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായി. എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്താ പറയാ, ഈ സംഭവം വെച്ചാൽ കണ്ണേർ ഉണ്ടല്ലോ, കണ്ണേർ ഈ പൂജ ഇതൊക്കെ നടത്തിയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, കണ്ണേർ എന്താ പറയാ കൈനോട്ടം, പിന്നെ എന്താ പറയാ അങ്ങനത്തെ എന്തൊക്കെ കലാപരിപാടി നടക്കുന്നുണ്ട്. നമ്മളെ കറക്കിക്കുത്ത്, അതേമാതിരി മുച്ചീട്ട് കളി, എന്തൊക്കെ ഏർപ്പാട് നമ്മള് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ AP അബൂബക്കർ മുസ്ലിയാരുടെ കാന്തപുരം ഉസ്താദിന്റെ കീഴില് ഒരു മുടി മുക്കിയിട്ടുള്ള വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. കഅബ എന്നുള്ള പൊടിയാണെന്ന് നടക്കുന്നുണ്ട്. CM വലിയുള്ളതിന്റെ കറാമത്ത് പറഞ്ഞിട്ട് നേർച്ച നടക്കുന്നുണ്ട്. എന്തൊക്കെ ദുനിയാവിൽ എന്തൊക്കെ തട്ടിപ്പ് കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ കറാമത്തും കൈവശവും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ കണ്ണേറും കൈവശവും ജിന്നബാധയും അതിന്റെ ചികിത്സയൊക്കെ സ്വാഭാവികല്ലേ? എല്ലാം ഒരേ കാറ്റഗറി തട്ടിപ്പ്. ഞാൻ പറയുന്നതില് അതിലിപ്പോ ഇത് എന്താ പറയാ നമുക്ക് പിന്നെ ഇത് ശരിക്ക് പിന്നെന്താ പറയാ കൈനോട്ടൊക്കെ തട്ടിപ്പാണല്ലേ? കൈനോട്ടം ഈ എന്താ പറയാ കണ്ണേർ ഒക്കെ പറഞ്ഞല്ലോ. അത് മാത്രമല്ല, കൊറേ തട്ടിപ്പുണ്ട്. കൊറേ ഔലിയാപ്പാപ്പമാര്, തങ്ങന്മാര്, കൊറേ സ്വാമിമാര്, കൊറേ പള്ളിലച്ചന്മാര്, കൊറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടെന്നേ. ആളുകളുടെ പ്രശ്നങ്ങളെ ചൂഷണം ചെയ്യുന്ന പല കലാപരിപാടികളും. 100% പണത്തിന് വേണ്ടിയിട്ടാണ്, എല്ലാം പണത്തിന് വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായി. പിന്നെ നിങ്ങള് ശരിക്കും പേരെന്താ? എന്റെ ഫാറൂഖ് എന്നാണ്, ഉമറുൽ ഫാറൂഖ്. എന്താ ചെയ്യണേ? ഞാന് ബിസിനസ് ആണ്. ശരി. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്താ പറയാ ഈ പറയുന്ന ഭക്ഷണം മറന്നുപോയി. അതായത് പിന്നെ എന്നാ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ ഇവരൊക്കെ ഇപ്പൊ നിങ്ങളിപ്പോ നിരീശ്വരവാദി എന്ന് പറയുമ്പോ
നിങ്ങളിപ്പോ എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ നിങ്ങൾ കുടുംബക്കാരോ വീട്ടുകാരോ പേഴ്സണലായിട്ട് ചോദിക്കാം കേട്ടോ, കുടുംബക്കാരോ വീട്ടുകാരോ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യല്ലേ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വീട്ടുകാർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഈശ്വരവിശ്വാസികളായിട്ടുള്ള മക്കള് നിരീശ്വരവാദിയായി പോയി എന്ന് പറയുമ്പോ അവർക്കൊരു വിഷമ സങ്കടമൊക്കെ ഉണ്ടാവില്ലേ? അതെ അതെ. ഞാനിപ്പോ ചോദിക്കാനുള്ള കാരണം ചോദിക്കാനുള്ള കാരണം വെച്ചാല് ഓരോ മതക്കാര് അതിനോട് എടുക്കുന്ന സമീപനം വ്യത്യസ്തമായിരിക്കും. ചില മതക്കാര് അവനവന്റെ ഇഷ്ടം പോലെ പോട്ടെ എന്ന് വിചാരിക്കും ചില ആൾക്കാര്. ഇപ്പൊ ഒരേ മതത്തിൽ തന്നെയുള്ള വ്യത്യസ്ത ആൾക്കാര്. ഇപ്പൊ ഞാനിപ്പോ എന്റെ കാര്യങ്ങൾ പോയിട്ട് പറയുമ്പോ നിങ്ങൾ ദൈവമൊന്നുമില്ല നിങ്ങൾ വെറുതെ തലക്കിങ്ങനെ എന്താ പറയാ ടെൻഷൻ അടിച്ചിട്ട് എന്തിനാണ് നിൽക്കും ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളി ചിലപ്പോ കുടുംബം അത്രയ്ക്ക് എന്താ പറയാ ആ പാറ ഉണ്ടല്ലോ, പാറൊക്കെ ആണടിച്ചു പോലെയാണ് അവരെ ഒരു ഇത് മതം. മാത്രല്ല അത് അവര് വെറുതെ പറയണല്ല, അത് അങ്ങനെ കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മതങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. കുട്ടികളെ വരെയൊക്കെ പഠിപ്പിക്കുന്നത് മദ്രസിലൊക്കെ നമ്മളെ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഞാൻ വീഡിയോ കാണാറുണ്ട്. നിങ്ങൾ ഇസ്ലാം മതത്തിന് പുറത്ത് ശരിയാണ്. ഞാൻ നിങ്ങളെ വീഡിയോ കണ്ടു, എന്നിട്ട് ഞാൻ മനസ്സിലായി. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അതെ അതെ അങ്ങനെ പറയുമ്പോ. ആയിക്കോട്ടെ, ഓക്കെ, വലിയ ഉപകാരട്ടോ. ശരി ശരി, ഓക്കെ, ശരി. ഹലോ, പറയാ. പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ. പിന്നെ നമ്മളിപ്പോ ജീവിക്കുന്നതിന് അർത്ഥമില്ലേ? ജീവിക്കുന്നതിന് അർത്ഥം ഉണ്ടല്ലോ, ജീവിക്കാന്നുള്ളത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതിന്റെ അർത്ഥം. സമാധാനമായിട്ട് ജീവിക്കാന്നുള്ളത്. ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞോ? മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഒരു ജീവിതം പിന്നെന്താ പറയാ നമ്മളെ ഒന്നുമില്ല. നമുക്കിപ്പോ നിങ്ങളെ പേരെന്താ? ഫാറൂഖ് അല്ലേ? ഫാറൂഖ്, നിങ്ങളെ ഈ ഫാറൂഖായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ജീവിതം വേറെ ഇല്ല. കിട്ടില്ല. അങ്ങനെ ഒന്നുകൂടി പറഞ്ഞോ. ഈ ഫാറൂഖ് മരിച്ചില്ലേ? മരിച്ചു കഴിഞ്ഞാലേ ഫാറൂഖ് ഇല്ലല്ലോ. പിന്നെന്താ ജീവിതങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശരീരം നമ്മളിപ്പോ മണ്ണിൽ വെച്ച് ദ്രവിച്ചു പോവാണ്. അപ്പൊ അതിൽ നിന്ന് വല്ല പുഴുക്കൾ ഉണ്ടായി വരുമോ, അതിൽ പുഴുക്കൾ വളരുമോ, അതുകൊണ്ട് അതിൽ നിന്ന് പിന്നെ വേറെ വല്ല ജീവികളും ഉടലെടുക്കുമോ എന്നറിയില്ല. നിങ്ങളായിട്ടുള്ള ജീവിതം അവിടെ കഴിഞ്ഞു. ആത്മാവൊന്നുമില്ല. ആത്മാവൊക്കെ വെറുതെ തമാശ പറയുന്ന സാധനം. അത് ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ എന്താ പറയാ നമ്മൾ ഈ സ്നേഹം എന്താ പറയാ നമ്മളിപ്പോ കുട്ടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആദരവ് അതൊക്കെ നമ്മൾ കാണിക്കുന്ന എന്തിന്റെ പേരില്ല? അപ്പൊ നമുക്ക് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഉള്ളതാണ്. നമ്മൾ പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ട, നമുക്ക് ഉണ്ടാവും. നിങ്ങൾ കാണിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും അല്ലേ? അതെ അതെ. നമ്മൾ എന്താ പറയാ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ ആരെങ്കിലും പിന്നെ മരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും രോഗിയായി കഴിഞ്ഞാലും, ആരെങ്കിലും കാല് മുറിഞ്ഞാൽ പെട്ടെന്ന് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. അതൊക്കെ നമ്മൾ മനുഷ്യന്മാരായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് 10,000-കണക്കിന് വർഷമായില്ലേ. അങ്ങനെ നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ എന്തിനാ നമ്മൾ സ്കൂൾ കൊണ്ടാക്കണത്? എന്താ സ്കൂളിൽ പോണത്? എന്തിനാ മദർസ പോണത്? അതേപോലെയൊക്കെ തന്നെയാണ് കുറെ കാര്യങ്ങൾ. അങ്ങനെയാണ് കുറെ കാര്യങ്ങൾ ഇമോഷണലാണ്, കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, കുറെ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആർജിക്കുന്നതാണ്. സമൂഹത്തിന് പൊതുവായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാത്രമായിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കുന്നത് അപ്പൊ എന്ത് കുറ്റകൃത്യങ്ങൾ വേണം ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം? അതാണ് അതിന്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. കുറ്റകൃത്യം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്കിപ്പോ സമൂഹത്തില് ഇതൊക്കെ ചെയ്യണ പോലെ തന്നെ സമൂഹത്തിൽ അതിനെ കുറിച്ച് നിയമങ്ങളില്ലേ? നിയമമുണ്ട്. ഉണ്ട്. അപ്പൊ കുറ്റകൃത്യം ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ നിയമം? ചോദിക്കുന്നതെല്ലാം രഹസ്യമായിട്ട് കുറ്റകൃത്യം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? രഹസ്യമായിട്ട് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ഒരു റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് രഹസ്യമായിട്ട് ഒരു സൂചി എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളെ കയ്യിൽ കുത്താ വിചാരിച്ചു? അങ്ങനല്ല സാറേ. നമ്മളിപ്പോ നിങ്ങൾ പിന്നെ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് സംസാരിക്കും. നിങ്ങൾ പോയിന്റ് വൈസ് പറയും. അല്ല, നിങ്ങൾ അങ്ങനെ ഒന്നും അറിയാത്ത ഒരു കുഞ്ഞു കൊച്ചായിട്ട് അങ്ങനെ വേണ്ട. നിങ്ങൾ കാര്യങ്ങൾ നേരിട്ടും ചോദിച്ചോളി. ഞാനിപ്പോ കുറെ കാലമായാലും ആൾക്കാരൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞോളി. ഒറ്റൊരു കാര്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റൊരു കാര്യം കൂടി വേറെ ഞാൻ ചോദിക്കൂല ഇതിനെ കുറിച്ച്. നിങ്ങൾ ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചോദിക്കാൻ പേടിക്കണേ? നമ്മളിപ്പോ ഒരാള് പിന്നെ രഹസ്യമായിട്ട് കൊന്നു, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രഹസ്യമായിട്ട് ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മള് കൊല്ലാൻ പാടില്ല നിയമം.
അത് നിയമം ലംഘിക്കുന്നതിന് എന്തെങ്കിലും നിയമം അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്നിട്ട് എത്ര ആളെ കൊന്നപ്പോ? ഞാനും കൊന്നിട്ട് ഒരു പറഞ്ഞത് ഒരു ഉദാഹരണം മനസാക്ഷി അനുവദിക്കുന്നില്ല. എന്തേ മനസാക്ഷി മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനുള്ളിൽ പറഞ്ഞത്. അപ്പൊ നമുക്ക് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളുടെ ഉള്ളിൽ ഇന്നേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് കോഴിക്കാഷ്ടം തിന്നാൻ പാടില്ല എന്ന് രാജ്യത്ത് നിയമമല്ല. നമ്മളിപ്പോ ഒരാൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനത്തിലേക്ക് പോണ്ടാന്ന്. നിങ്ങളെ വീട്ടില് കോഴിയുണ്ടോ? ഇല്ല. അയൽവക്കത്തെ വീട്ടിലെങ്കിലും വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ വീട്ടിലെ മുറ്റത്തൊക്കെ വന്ന് കോഴി അപ്പിട്ടിട്ട് പോകും. അതൊരു മനുഷ്യനെടുത്ത് തിന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ തിന്നല് നിയമവിരുദ്ധമൊന്നുമല്ല. എന്താ തിന്നാത്ത ആൾക്കാര്? ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്നോട് ഇപ്പൊ ഒരാള് ഇതിനൊരു മറുപടി പറയും, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരാം. അതിപ്പോ പറ്റൂലല്ലോ. എന്താ പ്രശ്നം? അത് നമുക്ക് ഇച്ചിരി നമുക്ക് ശീലമില്ല. നമുക്ക് ഇന്നലെ മുമ്പ് നമ്മളിത് ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ഇങ്ങനെ എന്താ പറയാ, എല്ലാരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളെ കൊന്ന് നടക്കുന്നല്ലോ. അല്ല, ഒരു ദിവസം ഒരാൾക്ക് അങ്ങനെ തോന്നാണ്, അങ്ങനെ തിന്നോ ഒരാള്? ഇല്ല. അതെന്താ തിന്നാത്ത? അത് മനസ്സിന് എന്താ പറയാ, അത് എന്താ പറയാ, അറപ്പാണ്. അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങൾക്കും ഓരോരോ കാരണങ്ങളുണ്ടാവും. അത് ചില കാര്യങ്ങൾ ഇപ്പൊ മനുഷ്യർക്ക് ചെയ്യാൻ ത്വര വരുന്ന കാര്യം അതേ സമയത്ത് അത് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഗുണകരമല്ല എന്ന് കാണുമ്പോൾ അവിടെ സമൂഹം, അതായത് നമ്മൾ ജീവിക്കുന്ന സമൂഹം, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ രാഷ്ട്രം, ഇപ്പൊ പഞ്ചായത്തായാലും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ അങ്ങോട്ട് ഇപ്പൊ നമുക്ക് ത്രിതല പഞ്ചായത്തുകൾ ഉണ്ട്, അതിന്റെ മുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, അതിന്റെ മുകളിൽ ഇന്ത്യൻ നാഷണൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ പൊതുവായിട്ടുള്ള നല്ല രീതിയിലുള്ള സന്തോഷത്തോടെയും സമാധാനത്തിലും, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതത്വമായും ജീവിക്കാനുള്ള എല്ലാ മനുഷ്യരുടെ അവകാശത്തിനു വേണ്ടി ആ സമൂഹം പൊതുവിൽ പാലിക്കേണ്ടുന്ന ചില സെറ്റ് ഓഫ് റൂൾസ്, നിയമങ്ങൾ അതത് പ്രദേശത്ത് മനുഷ്യരുണ്ടാക്കും. ആ നിയമങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ സ്വസ്ഥമായും സമാധാനമായും സന്തോഷമായും ജീവിക്കാൻ കഴിയൂ. ഇതിപ്പോ ഒരു ബുദ്ധിക്ക് യോജിക്കുന്നതല്ലല്ലോ ഞാൻ വേറെ പറയുന്നത് തോന്നരുത്. നിങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇനി വേറൊരു കാരണം പറഞ്ഞേ. ഞാനിപ്പോ ഒറ്റ കാരണം പറഞ്ഞത് എന്താ പറയാ, നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ കാരണത്തിൽ നിങ്ങൾ പറഞ്ഞു, പിന്നെ എന്താ പറയാ, നിങ്ങൾ പോയിട്ട് കാഷ്ടം നിങ്ങൾക്ക് തിന്നോന്നല്ലോ ചോദിച്ചു. ഞാൻ പറഞ്ഞത് അതിന് വേറെ കാരണമുണ്ട്, അതായത് ബയോളജിക്കലായിട്ട്. അതാണ്, നിങ്ങളിത് കോംപ്ലക്സ് ആക്കാൻ നോക്കണ്ട. ഒരാള് കോഴിക്കാഷ്ടം കഴിക്കാത്ത എന്താ എന്ന് ചോദിച്ചാൽ നേരത്തെ നിങ്ങൾ ചെയ്യാത്ത എന്താ വെച്ചാൽ നിങ്ങളെ മനസ്സാക്ഷി എന്ന് പറഞ്ഞു. നിങ്ങൾ കോഴിക്കാഷ്ടത്തിനോട് ചോദിച്ചപ്പോ അങ്ങനെ നമുക്കൊരു അറപ്പാണ്. അതെ, ഒരു അറപ്പാണ്. കോഴിക്കാഷ്ടം തിന്നണ കാര്യം പറഞ്ഞപ്പോ അത് അറപ്പാണെന്ന് പറഞ്ഞു. ഇങ്ങനെ നമ്മളെ ജീവിതത്തിൽ ഇടപെടുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നമുക്ക് ജനിതകപരമായി തന്നെ ചില കോഡിങ്ങുകളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യില്ല. ചില കാര്യങ്ങൾ നമ്മൾ ശീലിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും, ശീലിക്കാത്തത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇവിടെ പാറ്റനെയും പൂറേനെയും ഒന്നും പൊരിച്ചാൽ നമ്മൾ തിന്നൂല, ഇല്ലല്ലോ. അതേ സമയത്ത് ചൈനയിലോ അങ്ങനത്തെ ചില രാജ്യങ്ങളൊക്കെ, വിയറ്റ്നാമിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പാറ്റനെയും പഴുതാരനെയും തേളിനെയും ഒക്കെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാർ, പച്ചക്ക് കടിച്ചിരുന്ന ആൾക്കാരുണ്ട്. അതെങ്ങനെയാണ്? അത് അവരുടെ ശീലത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ചില ശീലങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടായി വരും. നമ്മളെ അറിവുകളിലൂടെ നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതും എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളിലൂടെ വരും. നമ്മൾ ജനിതകപരമായിട്ട് തന്നെ നമുക്ക് പ്രായോഗികമായിട്ട് കഴിയാത്ത കാര്യങ്ങൾ വരും. അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, ഒറ്റ ഫാക്ടർ അല്ല ഇതിനകത്തുള്ളത്. ഇപ്പൊ ഇതിനകത്തൊന്നും ബാധകമല്ലാത്ത, പൊതുവിൽ മനുഷ്യന്മാർക്ക് ചെയ്യാൻ അറപ്പൊന്നുമില്ല, ചെയ്യാൻ കുഴപ്പമില്ല, ചെയ്യാൻ ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളും നമ്മൾ പൊതുവിൽ ഇതിനൊക്കെ പരിഗണിക്കുന്നത് സമൂഹം എന്ന രീതിയിൽ നമ്മൾ വരുമ്പോൾ ഒരു സമൂഹത്തിന്റെ പൊതുവിലുള്ള എല്ലാവർക്കും ബാധകമാകുന്ന മുന്നോട്ട് പോക്കിന്, എല്ലാവരുടെയും സുരക്ഷിതത്വം, എല്ലാവരുടെയും സന്തോഷം, സമാധാനം, ഈ കാര്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് രാഷ്ട്രങ്ങൾ സാമൂഹ്യ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇത് 3-4 കാര്യങ്ങൾ മൂന്നാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചു പോലെ നിങ്ങൾ വേറൊരു കാരണം പറയോ, ഒരു മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കേണ്ട കാരണം?
നല്ല രീതിക്ക് ഞാൻ ആ ചെറുപ്പത്തിൽ വന്നിട്ട് ഞാൻ ദർസ് പഠിച്ചത് കൊണ്ട്, മദ്രസ പഠിച്ചത് കൊണ്ട് ഇപ്പൊ ആ രീതിയിലാണ് ഞാൻ പോയിരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിന്നെ എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ ഓക്കെ നമുക്കത് മാറി. അപ്പൊ നമ്മളിപ്പോ തോന്നുന്നുണ്ട് മാറുന്നു പറഞ്ഞാല് ദൈവമില്ല എന്നുള്ളത് ലോജിക്കായിട്ട് ബുദ്ധിപരമായി ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ബോധ്യങ്ങളിലാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടത്. അല്ലാതെ ഇത് മദ്രസയിൽ പറഞ്ഞയച്ച പോലെ 3-ാം ക്ലാസ്സിലെ ഫിത്ര തുടങ്ങി കുട്ടികളെ തലച്ചോറിൽ ഇങ്ങനെ കുത്തി നിറച്ച് പിന്നെ മദ്രസയിലും ദർസിലും കയറി കുത്തി നിറച്ചത് ഇങ്ങനെ തന്നെ വിശ്വസിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ നരകത്തിലിട്ട് പൊരിക്കും. അങ്ങനെയല്ല ഒരു മനുഷ്യൻ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട സങ്കല്പം രൂപീകരിക്കേണ്ടത്, അല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഇത് കഷ്ടപ്പെട്ട് മാറേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങളുടെ ബോധ്യം എന്താണോ അതാണ്. ഇപ്പൊ ഒരാൾക്ക് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ച് നടന്ന ഒരാള് അത് കുറെ കാലം അങ്ങനെ വിശ്വസിച്ചു. അതിനുശേഷം അന്ന് അയാൾ ആരെയും കൊന്നതൊന്നുമില്ല. പിന്നെ അയാൾക്ക് തോന്നി ദൈവമൊന്നുമില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പൊ പിടിച്ച ആള് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആളെ കൊല്ലാൻ നടക്കുവോ? എന്ത് കാര്യം? ഞാൻ നിങ്ങളൊരു എക്സ്ട്രീം ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെ പോയിന്റ് ഇപ്പൊ എന്താ? നിങ്ങളൊരു ദർസ് പഠിച്ച ആളാണെന്നും നിങ്ങൾ കിതാബ് ഓതിയ ആളാണെന്നും നിങ്ങളോട് ആദ്യം എത്രയാണെങ്കിലും നിങ്ങളെ സംസാരിച്ച ആളാണെന്ന് എനിക്ക് ആദ്യം സംസാരിച്ച് മനസ്സിലായതുകൊണ്ടാണ് ഇത്തവണ വിളിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ പിന്നെ എന്താ പറയാ ഇതൊക്കെയാണ് ഒഴിവാക്കിയിട്ട് നേരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറയട്ടെ, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, മനുഷ്യന് ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോ ഈ കാര്യങ്ങളിൽ ഉൾപ്പെടൂലേ? നമ്മളെന്താ പറയാ, വെറുതെ അങ്ങോട്ട് ഉണ്ടാവുക, വെറുതെ അങ്ങോട്ട് മരിച്ചു പോവുക, വെറുതെ അങ്ങോട്ട് മണ്ണിൽ അരിഞ്ഞു പോവുക, ഒന്നും ഇല്ലാണ്ടാവുക, അതിലൊരു അർത്ഥമുണ്ടോ? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ചിന്തിക്കാനുള്ള അവകാശം മനുഷ്യനുണ്ട്. അങ്ങനത്തെ ചിന്തയും മനുഷ്യരുടെ ഇടയിലുണ്ട്. എങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ അവകാശമുണ്ട്? അങ്ങനെ ചിന്തിക്കാം, ഒരു മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ അതിന് പകരം അപ്പൊ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നു. എന്നിട്ട് നമ്മൾ അതിനൊരു ഉത്തരം പറയാണ്, അല്ല നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്താണ്. അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം? അതിപ്പോ എന്താ പറയാ, അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഞാൻ മദ്രസ പഠിപ്പിച്ച് ഇങ്ങനെ പിന്നെ ജീവിതത്തിൽ അർത്ഥമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ സംഭവമുണ്ട്, വെറുതെ അങ്ങോട്ട് മനുഷ്യർ വെറുതെ പറഞ്ഞാൽ മതിയോന്ന് അതാ ചോദിക്കണേ. വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ മതിയാവൂല. പിന്നെ അവിടെ പ്രശ്നേ. ഇപ്പൊ ഭൂമി എങ്ങനെ ഉണ്ടായി? ഇപ്പൊ നിങ്ങൾ എന്നോട് നേരത്തെ ചോദിച്ച ചോദ്യം, പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം അതായത് ഒരു അറിയില്ല. അപ്പൊ ചില ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഉസ്താദ് ഒരു പാതി ഉസ്താദെങ്കിലും ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞത് കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവണ കുൻ ഫയക്കൂൻ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യത്തില് ഇങ്ങനെ എങ്ങനെ ഉണ്ടായി എന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിന് മുമ്പിൽ നമുക്ക് 2 വഴികളുണ്ട്. ആ അവസ്ഥയിൽ നമുക്ക് അതിന്റെ ഉത്തരം അറിയില്ല എന്നാണെങ്കിൽ അറിയില്ല എന്ന് തന്നെ പറയാം. അത് അന്വേഷിക്കാനും പഠിക്കാനുള്ള വഴികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാനും പഠിക്കാനും ശ്രമിക്കുക. പിന്നെ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാർ എന്താ ചെയ്യാറിയോ, അതിനൊരു ഉത്തരം പറയും. വെറും തൊള്ളപടായി ഒരു സ്വാമിയാണ് ചെന്നിട്ട് പറയും ഇന്നതാണെന്ന്. അപ്പൊ അതാണ് വിശ്വസിക്കുക. അല്ലെങ്കിൽ ഒരു വെളിച്ചപ്പാട്, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് അവരെന്താണോ പറഞ്ഞത് അതാണ് വിശ്വസിക്കുക. എന്നിട്ട് ജീവിതകാലം വരെയുള്ള മനുഷ്യന്മാരെ ഇതന്നെ ചെറിയ പ്രായത്തിൽ അടിച്ചും കുത്തിയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതിനെതിരെ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകളെ കൊല്ലണമെന്നും അതേ മദ്രസ തന്നെ പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില്. ഇതിലേതാ ശരി? നമുക്ക് അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല. മനുഷ്യന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും മികച്ച അറിവ് ഏതാ അറിയോ? നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അറിവില്ലായ്മയെ കുറിച്ചുള്ള തിരിച്ചറിവ് അല്ലേ? പക്ഷെ മതത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, നമുക്കറിയാത്തത് ഒന്നുമില്ലേ. നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അറിയാം. അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് അടുത്ത സെക്കൻഡ് മുതൽ എന്തൊക്കെ കാര്യങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ച പോലെ മതം പഠിപ്പിച്ചു തരും. അത് ഇല്ലേ? വല്ല തെളിവുണ്ടോ? അപ്പം അസ്രായേൽ വരും, ഫോട്ടോ കാണിക്കും, ചിലവർ ചിരിക്കും, ചിലവർ കരയും. എന്നിട്ട് റൂഹിനെ പിടിക്കുമ്പോൾ അനുഭവിക്കുന്ന വേദന വരെ വിശദീകരിച്ചിട്ടുണ്ട് കിതാബില്, ഇല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തില്?
ഞാൻ ചോദിക്കുന്നതല്ല, പ്രപഞ്ചം ഇപ്പൊ ഉണ്ടായി, വെറുതെ ഉണ്ടായി, നോക്കിയ വെറുതെ ഉണ്ടായി. എന്തിനാണ് നമ്മളിങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നത്? ഇതിങ്ങനെ ഒരു പ്രപഞ്ചം ഇവിടെ ഉണ്ട്, ഇതൊരു യാഥാർത്ഥ്യല്ലേ? ശരിയാണ്, യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിൽ കേരളം ഉണ്ട്, അവിടെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളുക. ഇതിന്റെ പിന്നിലുള്ള പ്രപഞ്ചത്തിന്റെ രഹസ്യം അന്വേഷിച്ച് പോകണം എന്നത് ശരാശരി മനുഷ്യ ജീവിതത്തിന്റെ ഒരു ത്വരയായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പ്രപഞ്ചത്തിനൊരു ശക്തി ഉണ്ടെങ്കിൽ പൊതുവിൽ മനുഷ്യർക്ക് മരണവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിവുള്ളതുകൊണ്ട്, അതായത് മനുഷ്യനെ ചിന്തിക്കാനുള്ള ഒരു ശേഷി മറ്റു മൃഗങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷെ മരണഭയം എല്ലാ മൃഗങ്ങളിലുണ്ട്. അതുണ്ട്. പക്ഷെ നമ്മള് മനുഷ്യന്റെ മൃഗങ്ങൾക്കില്ല. അത് തലച്ചോറ് തന്നെ ഉള്ളതാണ്. ഈ മരണഭയം എന്ന് പറയുന്നത് നമ്മൾ അപകടത്തിൽ പെടുന്നു എന്നുള്ള തോന്നൽ എവിടെ നിന്നുണ്ടാവണേ? തലച്ചോറിനല്ല. മരണത്തെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. അതിപ്പോ അവരിങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇതിനെ കുറിച്ച് ഇതിന്റെ ഡീറ്റെയിൽ ആലോചിക്കുന്നുണ്ടോ എന്നുള്ളത് വേറെ. ഇനി എല്ലാ മനുഷ്യരും മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ഒരേ രീതിയിലായിരിക്കൂല. ഓരോ ആളുകളുടെ ചിന്താരീതി വ്യത്യസ്തമായിരിക്കും. എല്ലാ ആളുകൾക്കും മരണം എന്ന് ആലോചിക്കുമ്പോൾ ഒരേ ഫീലൊന്നും അല്ല വരിക, വ്യത്യസ്തമായ ഫീലായിരിക്കും. അത് ആ വ്യക്തിയുടെ മാനസിക തലത്തിൽ നിന്നിട്ടുള്ള ഫീലായിരിക്കും വരിക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാധനത്തിനെ, ഈ ഭയത്തിനെ ഒരു പൊതു ഭയമാക്കി ചിത്രീകരിച്ച് ആ ഭയത്തെ മുൻനിർത്തിയിട്ട് ചില കഥകൾ പറഞ്ഞ് ചില രാഷ്ട്രീയവും സാമ്പത്തികവുമായിട്ടുള്ള സങ്കല്പങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലുണ്ടായ മതങ്ങളുണ്ട്, അങ്ങനെ ഉണ്ടായി വന്ന സ്വാമിമാരുണ്ട്. അതേപോലെ തന്നെ ഇതിനെ എന്താ പറയാ, രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചിട്ട് ചില സതുദ്ദേശത്തോടു കൂടിയും ഒരു കാലത്ത് ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവാം. അതായത് ആരെയും പേടിയില്ലാത്ത ഒരു കാര്യം ഞാൻ വിശ്വസിച്ച് എന്താ പറയുക, ഇപ്പൊ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്താ പറയുക, നിങ്ങൾ ഈ മൊത്തം എല്ലാം കാര്യം പറഞ്ഞതില്ല ഞാൻ മനസ്സിലാക്കിയത് ഒരു കാര്യം, അതായത് വെച്ചാല് എല്ലാം ഓക്കെ, പറഞ്ഞതെല്ലാം ഓക്കെയാണ്. പിന്നെ എന്താ പറയാ, പ്രപഞ്ചത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ് ഈ പിന്നെ ഭൂമി ഉണ്ടായതും മറ്റെന്താ പറയാ ഇതൊക്കെ ഉണ്ടായതും, എല്ലാ മനുഷ്യന്മാരെല്ലാം മൃഗങ്ങളും എനർജി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, എനർജി അത് മൊത്തത്തിൽ ഉണ്ടായതും അതുകൊണ്ടിട്ടാണെന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിന് നമ്മളിപ്പോ നമുക്ക് നമ്മളെ ദൈവം ആ പ്രപഞ്ചം തന്നെയല്ലേ? അതറിയില്ല. ആ പ്രപഞ്ചത്തിന് എന്തിനാ നമ്മൾ ദൈവം? മറുപടി ഓക്കെ. അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു എനർജി ഉണ്ട്. ആ എനർജീനെ നേരിട്ട് വിളിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് കിതാബിലൊക്കെ നിങ്ങളിപ്പോ പറഞ്ഞ മാതിരി ഞാനൊക്കെ മനസ്സിലാക്കി. അതായത് നിങ്ങൾ മുസാഫിലൊക്കെ മുസാഫിൽ പറയണതും കിതാബിൽ പറയണതും ഇവിടുത്തെ മതങ്ങൾ പരിചയപ്പെടുത്തിയ ദൈവം ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തി, അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി എന്ന് പറഞ്ഞ സാധനമായിട്ട് കുലബന്ധം പോലും ഇല്ല. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ അറിവ് ഇപ്പൊ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നിന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് നേരത്തെ ചോദിച്ചു, പ്രപഞ്ചം എന്ന് പറയുമ്പോൾ നമ്മൾ സങ്കല്പിക്കുന്ന ചിത്രം ശാസ്ത്രീയമായി മനുഷ്യർ അന്വേഷിച്ച് കണ്ടെത്തിയ അറിവിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ചിത്രമാണ്. അതും സാങ്കല്പിക ചിത്രമാണ്, അത് ഒറിജിനൽ ചിത്രമല്ല. ആ സാങ്കല്പിക ചിത്രത്തിന്റെ പിന്നിലെ ശക്തിയാണ് ഞങ്ങളുടെ അടുത്ത് അതിനെ കുറിച്ചുള്ള വിവരം ഉണ്ട് എന്ന് ഇവിടുത്തെ മതക്കാർ പറയുന്നത്. പിന്നെ അതിൽ ഗവേഷണം നടത്തില്ല വല്ല അർത്ഥമുണ്ട്? ഈ പ്രപഞ്ച സൃഷ്ടാവ് നേരിട്ട് കൊടുത്തയച്ചു എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിൽ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ തൂണുകളില്ലാത്ത അദൃശ്യമായ തൂണുകളില്ലാത്തന്നല്ല, അദൃശ്യമായ തൂണുകളിൽ ഉയർത്തി നിർത്തിയ ആകാശത്തേക്ക് നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ഒരാകാശത്തെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമായി നമുക്ക് പരിചയപ്പെടുത്തി തരികയും അത് ദൈവം ഒരു തൂണുകളൊന്നും ഇല്ലാതെ ഒരു മേലാപ്പ് പോലെ പൊന്തിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കിതാബില്. അത് ഈ പ്രപഞ്ചം എന്നതിനെ കുറിച്ച് പോട്ടെ, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ, ഈ 3 കാര്യങ്ങളെ കുറിച്ചുള്ള ഏകദേശ ധാരണ ഉള്ള ഒരാള് എന്തായാലും അത് എഴുതൂലല്ലോ, പറയില്ല. കാരണം അങ്ങനെ ഒരു ആകാശമില്ല, പിന്നെയല്ല തൂണ്. അപ്പൊ പ്രപഞ്ചം നമ്മൾ വിശ്വസിച്ചെന്ന് വെച്ചോ, നമ്മളിപ്പോ മരിച്ചു കഴിഞ്ഞു. ഇവിടെ നിൽക്കട്ടെ, നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനത്തെ കുറിച്ച്, പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു അല്ല എന്നതിന് ഖുർആനിലെ ഈ ആകാശത്തെ കുറിച്ചുള്ള ആയത്ത് മാത്രം മതി തെളിവ്. അത് ബോധ്യപ്പെട്ട ആദ്യം നമ്മൾ ഖുർആൻ മടക്കി മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അന്വേഷിക്കാലോ, ഇതിന്റെ പിന്നിൽ ശക്തി ഉണ്ടോ, ശക്തികളാണോ, പാർട്ട്ണർഷിപ്പിലാണോ ഒക്കെ അന്വേഷിക്കാലോ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? എന്താ പറയുക, നിങ്ങൾ എന്താ ഇപ്പൊ മനസ്സിലാക്കിയത് പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട്? ഞാന് ഈ പ്രപഞ്ചത്തിനെ കുറിച്ച് പഠിപ്പിച്ചത് അതായത് ക്ലാസ്സിൽ, സ്കൂളിലും ഇതിലൊക്കെ പഠിപ്പിച്ചത് കൂടാതെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? എന്താ മനസ്സിലാവേണ്ടത്?
അതായത് പ്രപഞ്ചത്തിനെ കുറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പൊതുവായിട്ട് ഇപ്പൊ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞു, പ്രപഞ്ചത്തെ കുറിച്ച് ഒരാൾ പഠിക്കാൻ തീരുമാനിച്ചാൽ ഇന്ന് ലോകത്ത് അറിവുള്ള ശാസ്ത്രീയമായിട്ടുള്ള നിഗമനങ്ങളും കണ്ടെത്തലുകളും തിയറികളും അല്ലെ, ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ലഭ്യമായ അറിവുകൾ നമ്മൾ അത് നേടാം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതൊരു ജീവിത ലക്ഷ്യമായിട്ട് കാണുന്ന ഒരാളല്ല ഞാന്. ഇതിന്റെ രഹസ്യം കണ്ടുപിടിച്ചേ അടങ്ങൂ എന്നൊക്കെ പറയുന്നത് ഒരുതരം അഹങ്കാരാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ ലഭ്യമായ അറിവുകൾ ക്രോഡീകരിച്ചു വെക്കുന്നു. മനുഷ്യരാശി മുന്നോട്ട് പോകുമ്പോൾ ഈ അറിവ് അവർ പുതിയ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ അത് വികസിപ്പിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ കൈമാറി വരും. ഇപ്പൊ നമ്മൾ പ്രപഞ്ചത്തിനെ വിശ്വസിക്കുന്നത് തെറ്റാണെന്നാ ചോദിക്കണേ ഞാൻ. എന്തിനു വിശ്വസിക്കണേ? പ്രപഞ്ചം ഒരു യാഥാർത്ഥ്യമല്ലേ? പ്രപഞ്ചമാണ് നമ്മൾ സൃഷ്ടിച്ചത് അല്ലേ? ഞാൻ പറഞ്ഞ മതകഥകൾ പറയുന്ന അല്ലെങ്കിൽ ദൈവവിശ്വാസം, മതമല്ല, ദൈവം എന്ന ഒരു സങ്കല്പത്തെ മുൻനിർത്തി സംസാരിക്കുന്ന ആസ്തികർ എന്ന് പൊതുവിൽ പറയപ്പെടുന്ന, ഇതിന്റെ പിന്നിലൊരു ശക്തിയുണ്ട്, ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവുണ്ട് എന്ന സൃഷ്ടിവാദം മുന്നോട്ട് വെക്കുന്ന ആളുകൾ പറയുന്ന ദൈവസങ്കല്പം, അത് മനുഷ്യന്മാരാണ് ഉണ്ടാക്കിയത്. ആ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി പ്രപഞ്ചത്തെ മാറ്റുന്നതിൽ ഒരു യുക്തിയും ഇല്ല, അതിനൊരു ലോജിക്കും ഇല്ല. അവർ പറയുന്നതും പ്രപഞ്ചത്തിൽ നമ്മളിപ്പോ നമുക്ക് അറിയുന്ന അത്രയും വെച്ചിട്ട് ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല. അതാണ് എന്റെ ധാരണ. അതുകൊണ്ട് ഈ അറിവ് മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളിവിടെ ഭൗതികമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. നമ്മൾ കോൺഷ്യസ് ആയി ജീവിക്കുന്ന അത്രയും കാലം നമ്മളുടെ നല്ല ബോധ്യങ്ങളിൽ സമൂഹത്തിന്റെ പൊതു നന്മയ്ക്കൊപ്പം മുന്നോട്ട് ജീവിച്ചു പോവുക, സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, അതാണ് ജീവിത ലക്ഷ്യം. ഓക്കെ, ജീവിത ലക്ഷ്യം മനസ്സിലായി. ഓക്കെ, ക്ലിയർ ആയി. എന്താ പറയാ, ഞാൻ എന്റെ ഒരു വിശ്വാസപരമായിട്ട് പറയാം കേട്ടോ. എനിക്കൊരു ചെറിയൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് പറയാം. പിന്നെ ദൈവമില്ല എന്നുള്ള ഓക്കെ ആയി, പ്രപഞ്ചം ആണ് നമ്മളെ സൃഷ്ടിച്ചത് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, ഈ പ്രപഞ്ചമാണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? പ്രപഞ്ചം എങ്ങനെയാണ് ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത്? ആദ്യത്തെ മനുഷ്യനെ ആദമെന്നല്ലാതെ ചരിത്രത്തിൽ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അതായത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ചരിത്രം എന്ന് പറഞ്ഞാൽ പണ്ട് പ്രപഞ്ചത്തിനെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ പിന്നിലേക്ക് നിങ്ങൾ അന്വേഷിച്ച് പോകുമ്പോ ആദ്യത്തെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കണ്ടേ? ആദം നബി. അതെങ്ങനെയുണ്ട്? ഈ പ്രപഞ്ചം എങ്ങനെയാണ് ആദം നബിനെ സൃഷ്ടിച്ചത്? അത് ഖുർആനിലുള്ളത് പറയുന്നത് ഖുർആനിലില്ലല്ലോ. നിങ്ങളിപ്പോ ദൈവവിശ്വാസി അല്ലല്ലോ, നിങ്ങളിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, പ്രപഞ്ചമാണല്ലോ ദൈവം. അതിൽ പറയുന്നത് പ്രപഞ്ചം എന്ന് പറയുന്ന ശക്തി എങ്ങനെയാണ് ആദമിനെ സൃഷ്ടിച്ചത്? പ്രപഞ്ചത്തിൽ ആദമിനെ കുറിച്ച് പറയുന്നുണ്ടോ? എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു ഈ പറയണത്? പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്നു പറയുന്നത്. പ്രപഞ്ചത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേക മാർഗരേഖ നൽകിയിട്ടുണ്ടോ? വെള്ളം, ഭക്ഷണം, വെള്ളം കൊണ്ട് കുടിക്കാനുള്ള വെള്ളം പ്രപഞ്ചമാണല്ലോ തരുന്നത്. പ്രപഞ്ചത്തരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിനെ വിശ്വസിക്കുക എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്തൊരു കാഴ്ചപ്പാട്. പ്രപഞ്ചത്തിനെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ ഭൂമി കുലുക്കുണ്ടായി പ്രപഞ്ചം നമ്മളെ കൊല്ലും. ചിലപ്പം ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് നമ്മളെ വീടടക്കം ഒലിച്ചു പോകും. പ്രപഞ്ചത്തിന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രശ്നം കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അത് ഭൂമി കുലുക്കം കാരണം ആവാലോ നിങ്ങൾ കുറ്റകൃത്യത്തിന്റെ കാരണത്താൽ. അതിപ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചമാണ് ശക്തിയെങ്കിൽ ആ പ്രപഞ്ചല്ലേ കുലുക്കുന്നത്? പ്രപഞ്ചം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്തു, നിങ്ങൾ ഇങ്ങനെ കുറ്റകൃത്യം ചെയ്തത് കൊണ്ട് അങ്ങനെ ചെയ്തു, ഒരു വിശ്വാസം. ഇങ്ങനത്തെ കഥകൾ ഇപ്പൊ ഇത് ഇങ്ങനെ വിശ്വസിക്കുന്ന പ്രപഞ്ചത്തെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കുന്ന പോലെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടെന്നും അയാൾ ഒരു അർശിലിരിക്കുകയാണെന്നും കുർസിലേക്ക് കാല് കയറ്റിവെച്ചിട്ടുണ്ടെന്നും പറയാലോ. അതൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ച് ആരോപിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ അദൃശ്യമായ ഒരു ശക്തിയെ കുറിച്ച് മറ്റൊരാൾക്ക് ആരോപിച്ചൂടെ? എന്താ പ്രശ്നം? ഞാൻ കുറച്ചുകൂടി ഈ ഭാവന കഥകളിൽ നിന്ന് പുറത്ത് യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ എല്ലാ കഥകളും എനിക്ക് തമാശയാണ്. എനിക്ക് ഒന്നും മനസ്സിലാകാത്തൊരു കാര്യം വെച്ചാല്
നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലായി. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവില്ല എന്ന് നമ്മൾ മനസ്സിലായാല്, നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ച് തല പോക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ബെസ്റ്റ് പരിപാടി. അത് നമുക്ക് രാവിലെ ജോലിയുണ്ട്, ജോലിക്ക് പോകണം, കാര്യങ്ങൾ ചെയ്യണം, മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾ പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും ബാധിക്കുന്നതും മനസ്സിലാവുന്നതും ബോധ്യപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. അതാണ് എന്റെ ജീവിതത്തിലെ ഞാൻ പാലിക്കുന്ന ഒരു രീതി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഉത്തരമില്ലാത്ത സമസ്യകളുടെ മുന്നിൽ പോയിട്ട് വെറുതെ ആലോചിച്ച് സമയം കളയണ്ടല്ലോ. അതിന് മാത്രമുള്ള ആയുസൊന്നും ഇല്ലല്ലോ. ഒരു 60-70 വർഷം നമ്മള് സാധാരണഗതിയിൽ മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞു ഇപ്പൊ ആയതാണത്, ശരാശരി 60-70 ഒക്കെ. അപ്പോ ആ 60-70 വയസ്സിൽ നമ്മൾ ഉറക്കത്തിന്റെ സമയം കഴിഞ്ഞാൽ ബാക്കി നമ്മള് ഇങ്ങനെ ആലോചിച്ച് കുത്തിരുന്നാലേ. എനിക്കൊരു ഒറ്റൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ, അതൊന്ന് ക്ലിയർ ആക്കി. 2-3 തവണയായിട്ട് ഒറ്റ ഒന്നുള്ളൂ, പിന്നല്ലാന്നൊക്കെ പറഞ്ഞോളി. സോറി. പിന്നെ ഇതിലിട്ടോ മറ്റേന്ന് വെച്ചാൽ ഈ ഇസ്ലാം ഗ്രന്ഥത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചോദ്യമില്ല, അത് വേറെ കാര്യം, പറഞ്ഞത് കാര്യം പറയട്ടോ. നിങ്ങളും പറയാറുണ്ട്, പറഞ്ഞു എന്താ പറയാ, ഈ ഇരുമ്പ് പറക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതെന്താ സംഭവം? ഖുർആനിലോ? അത് മറ്റേ ഖുർആനിൽ ഞാൻ ആകാശത്തിന്റെ ആയത്ത് ഓതിയിട്ടാണ് മാറ്റി വെച്ചാണ്. പിന്നെ അതിൽ എന്തൊക്കെ പറഞ്ഞ ആലോചിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെ ഒരു ഗ്രന്ഥത്തിലേ ഒരു ആന മണ്ടത്തരം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, ആ ഗ്രന്ഥത്തിലെ ബാക്കി മണ്ടത്തരങ്ങളിൽ ഗവേഷണം നടത്തേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഇത് പറക്കും എന്ന് പറഞ്ഞാലിപ്പോ അത് സംഭവിച്ചല്ലോ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു? ഇരുമ്പ് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു. നിങ്ങൾ പഠിച്ചതാണല്ലോ അല്ലെ? ഇല്ല, ഞാൻ ഇരുമ്പ് പറക്കുന്ന കാര്യം, ഇരുമ്പ് പറക്കുന്ന അമ്പൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ വിടുന്ന ഇരുമ്പല്ലേ, കുന്തൊക്കെ പറക്കൂലേ, ആ പറക്കലേക്കാരും ഉദ്ദേശിച്ച. മറ്റുള്ളവന്റെ നെഞ്ചത്തേക്ക് അമ്പെയ്യുമ്പോഴേ അതാ ഇരുമ്പ് പറക്കുന്ന കണ്ടിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടാവും. വേറെ ഇരുമ്പ് പറക്കുന്നതിനെ കുറിച്ച് അറിഞ്ഞാൽ ഇരുമ്പ് ഇറക്കിന്നാണെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു ആകാശത്ത് നിന്നാണ് അള്ളാഹു ഇരുമ്പ് ഇറക്കിന്നാണെങ്കിൽ അത് ഇരുമ്പ് മാത്രമല്ല, അള്ള മഴ ഇറക്കിയിട്ടുണ്ട്, നമ്മളെ കറക്കുന്ന മൂരികൾ ഇറക്കിയിട്ടുണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഖുർആൻ വരെ ഇറക്കില്ലേ, നസ്സലൽ ഖുർആൻ അല്ലേ? പിന്നപ്പൊ എന്താ, ഖുർആൻ ഇറക്കണ അള്ളാഹ്ക്കാണ്, ഇരുമ്പിറക്കാൻ പണി. അതത്രേ ഉള്ളു. ഞാൻ അതാ ഭക്ഷണം കഴിക്കാതിരിക്കണുള്ളൂ. രാവിലത്തെ കഴിച്ചു, ഇനി ഉച്ചക്കല്ലേ ആവണ്ടേ. ശരി, എന്തായാലും അപ്പൊ നിങ്ങള് ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് മനുഷ്യന് ഉപകാരപ്പെടുന്ന രീതിയിൽ സമയം ചെലവഴിക്കാൻ ശ്രമിക്കൂ, നിങ്ങൾക്കും മറ്റുള്ളവർക്കും. ഓക്കെ, താങ്ക് യു.